നമസ്കാരം. ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ശിവലിംഗം എന്നുകൊണ്ട് ജഡായു ടൂറിസത്തിൽ നിന്ന് ഒരു തത്സമയ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒന്നടങ്കം പൊതുജനവും അധികാരികളും തയ്യാറാകണം എന്ന് തന്നെയാണ് അഭിപ്രായം. ആ അഭിപ്രായത്തോട് മുദ്രയും യോജിക്കുന്നു. ദൃശ്യങ്ങളിലൂടെ ചടയമംഗലം ജഡായു ടൂറിസത്തിലെ പ്രധാന വഴി ഒരു സ്വകാര്യ വ്യക്തിക്കുള്ളതാണെന്നും ആ സ്വകാര്യ വഴി അദ്ദേഹം 10 വർഷങ്ങളായി വാടക കൊടുക്കാമെന്ന് മാനേജർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് യാതൊരു തീരുമാനവും ഇല്ലാതെ മാനേജ്മെൻറ്റ് അനധികൃതമായി ജഡായു ടൂറിസത്തിൻ്റെ മാനേജ്മെൻറ്റ് യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ പ്രസിദ്ധിക്കൊണ്ട് ബഹുമാനിയായ ഈ ഡോക്ടർ ഈ വഴി ഇവിടെ കെട്ടി അടയ്ക്കുന്ന രംഗമാണ് കാണുന്നത്. തൊഴിലാളി വിഷയമായി തന്നെ ഒരുപാട് വിഷയങ്ങൾ ഈ ജഡായുവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് അവരുടെ തീരുമാനങ്ങളെ വഴങ്ങാതെ നിൽക്കുന്നു. 5-ാം തീയതി വീണ്ടും ആ മാനേജ്മെൻറ്റുമായിട്ട് കൊണ്ട് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. നിരന്തരമായി തൊഴിലാളികളും പൊതുജനങ്ങളും ആയിട്ട് ഈ ജഡായു ടൂറിസത്തിലെ മാനേജ്മെൻറ്റ് വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തത്സമയ ദൃശ്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് എന്നതാണ് അദ്ദേഹം മുദ്ര ടിവിയോട് പങ്കുവച്ച അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് എന്തു തന്നെയായാലും ഈ ടൂറിസത്തിന്റെ തകർച്ചയിലേക്കാണ് മാനേജ്മെന്റിന്റെ ഈ കടുംപിടുത്തത്തിൽ നിന്ന് മാനേജ്മെന്റ് പിൻവാങ്ങണം എന്നു തന്നെയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. ജഡായു ടൂറിസത്തിലെ നിരന്തര വിഷയങ്ങളാണ്. നിരന്തരമായി ജഡായു ടൂറിസത്തിൽ ഈ മാനേജ്മെൻറ്റിൻ്റെ അനധികൃതമായ കുറേ നിലപാടുകൾ ഇവിടുത്തെ ഈ ടൂറിസത്തെ തകർക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ചർച്ച നടന്നിരുന്നു, ഇതിന് തുക നൽകാമെന്നൊക്കെ ഒരു ധാരണ ചർച്ച നടന്നിരുന്നു. പൈസ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ രാജീവ് അഞ്ചൽ എതിർത്തു. പൈസ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അതാണ് നടന്നത്. അപ്പോൾ പേയ്മെൻറ്റ് കൊടുത്തെങ്കിൽ ഇന്നതിൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ലായിരുന്നു. ഒരാളിൽ ഇത്രയും പൈസ കയ്യിൽ നിന്ന് മുടക്കി ബിൽഡിങ്ങും വെച്ച് ഈ ഇത്രയും പ്രോപ്പർട്ടി 10 വർഷമായിട്ട് റെൻറ്റിന് കൊടുത്തിട്ട് നമ്മളാണെങ്കിൽ കേൾക്കൂ, ഈ ഇത്രയും വാടക 1 രൂപ കൊടുക്കാതെ നടത്തിക്കൊണ്ട് പോകാൻ സമ്മതിക്കുമോ? ഒരു മുറി വാടകയ്ക്ക് എടുത്ത 5 ദിവസം കഴിഞ്ഞാൽ ഇറക്കി വിടും. തന്നെയാണ് നിങ്ങളെയും. അപ്പോൾ ആ മനുഷ്യൻ നല്ല മനുഷ്യനായതുകൊണ്ട് ഇത്ര ആണെങ്കിൽ ഇനിയെങ്കിലും അയാളുടെ പേയ്മെൻറ്റ് കൊടുക്കണ്ടേ? നമ്മളതിന് കൊടുക്കണമെന്നുള്ള അഭിപ്രായമാണ് നാട്ടുകാരെന്ന് തന്നെ പറയുന്നത്. ഇതിനോടൊന്നും നമ്മൾ ഒരിക്കലും യോജിക്കത്തില്ല. തീർച്ചയായിട്ടും വലിയൊരു ടൂറിസം പ്രോജക്റ്റ് നശിക്കുകയാണ്. ഈ ജഡായു ടൂറിസത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഈ ടൂറിസത്തിനെ തകർക്കുകയും ഈ ജഡായു ടൂറിസം ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇവിടുന്ന് കൊണ്ടിരിക്കുന്നത്. എനിക്ക് തരാനുള്ള വാടക കുടിശ്ശിക മുഴുവൻ തരികയാണെങ്കിൽ ഒരു സുഗമമായിട്ട് ഞാൻ ഇതിനോട് സഹകരിക്കും. സാറിന് എത്ര വർഷത്തെ വാടക? എന്നെ പറ്റിച്ചുകൊണ്ട് ഈ പരിപാടി നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. തീർച്ചയായിട്ടും ഡോക്ടർ ജയകുമാർ തരാനുള്ള കുടിശ്ശിക മുഴുവൻ തരികയാണെങ്കിൽ സുഗമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. ഡോക്ടർ ജയകുമാർ സാറിൻ്റെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഈ ടൂറിസം നശിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ സംവിധാനങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നതിനോ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹത്തിന് 10 വർഷമായി കിട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ തുക കിട്ടണം. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അല്ലാതെ അദ്ദേഹം പറയുന്നത് ഇത് കെട്ടിയടച്ചത് കൊണ്ടൊന്നും അദ്ദേഹത്തിന് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. 10 വർഷമായി അദ്ദേഹം ഈ സ്ഥലം വിട്ടുകൊടുത്തിരുന്നതാണ്. ഈ സ്ഥലത്തുകൂടിയാണ് ടൂറിസത്തിലേക്കുള്ള വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 10 വർഷമായിട്ട് അദ്ദേഹം പറയുന്നത് ഈ 10 വർഷത്തെ മുഴുവൻ തുകയും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ന്യായമായ ഒരു അവകാശമല്ലേ എന്ന് നമുക്ക് ചോദിക്കാം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ന്യായമാണ്. ഇവിടെ നമുക്ക് രാഷ്ട്രീയ നേതാക്കന്മാർ പലരും വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ ഇപ്പോൾ BJPയുടെ പ്രവർത്തകരായ ശ്രീ ഉദയകുമാറിനോട് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ചടയമംഗലം സി അടക്കമുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ മതിൽ കെട്ടി അടയ്ക്കുന്നതിൻ്റെ ധൃതഗതിയിൽ നടക്കുകയാണ്.
ഞാൻ കയറിയിരിക്കുന്ന എൻ്റെ മണ്ണാണ്. ആ കെട്ടിടം ജഡായു സെൻ്ററിൽ നിന്നൊക്കെ പ്രവർത്തിക്കുന്ന കെട്ടിടം ഞാൻ 1.25 കോടി രൂപ ഫെഡറൽ ബാങ്കിൽ ലോൺ എടുത്ത് കെട്ടിക്കൊടുത്താണ് ഈ വഞ്ചകന് വേണ്ടിയിട്ട്. എന്നിട്ട് വാടക കരാറുണ്ട്. വാടക കരാറിൻ്റെ സ്റ്റാമ്പ് പേപ്പറിന് 2-3 ലക്ഷം രൂപയാണ്. പക്ക സ്റ്റാമ്പ് പേപ്പർ ഉണ്ടായിട്ട് വാടക എടുക്കില്ല. എന്താ തരത്തില്ല അവരെയൊന്നും അറിയിക്കാതെ ഇങ്ങനെ പെട്ടെന്ന് ഒരു പ്രോജക്റ്റിന് കെട്ടിടക്കാൻ അറിയിച്ചിട്ടുണ്ടായാണ്. ആരാണ് പൈസ ഉള്ളത്? പൈസ ഉള്ള ആരാണ്? രാജീവ് അഞ്ചൽ. അയാളെ ബന്ധപ്പെട്ടോ? അയാളെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. പുള്ളി മറുപടി അറിയുന്നില്ല. കോടതിയാണല്ലോ ഇപ്പോൾ നടത്തുന്നത്. ഇതിന്റെ പേര് കേസുണ്ടോ? ഏതാ ഇതിന്റെ പേര് കേസ് നടത്തുന്നു? കേസല്ലോ. അതെന്താ തീരുമാനം? എന്തായി തീരുമാനം ഇങ്ങനെ 5 മാസം കഴിയുമ്പോൾ അവരെ നേരിട്ട് കൊണ്ടുപോകുക. പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സാർ രാജീവഞ്ചൽ സമ്മതിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം പേയ്മെന്റ് കൊടുക്കാൻ. അല്ല, അങ്ങനെ പൈസ തരാൻ പറ്റത്തില്ല. ഇത് കോടതി എസ്കോ അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് ആണ്. അത് കോടതി നിയോഗിച്ചാണ് സാക്ഷ്യം ഇതിന് എമൗണ്ട് കൊടുത്താണെങ്കിൽ ഇതിന് എമൗണ്ട് കൊടുക്കാൻ സമ്മതിച്ചാണ് സാർ. അല്ല, അത് തന്നെ. അത് അപ്പൊ രാജീവഞ്ചൽ മെയിൽ ചെയ്തൊന്നും പറ്റത്തില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുക. ബാക്കി JTPയിൽ പേയ്മെന്റ് ചെയ്യാൻ റെഡിയായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ ഭീഷണിപ്പെടുത്തി. അയാൾ തരാൻ വില്ലിംഗ് ടു പേ മീ ദ മണി. അപ്പോൾ രാജീവ് വന്ന് പറഞ്ഞു തന്റെ പേരിൽ ഞാൻ CBI കേസ് വരട്ടിയാണ്. അയാൾ കാണും. എസ്കോ അക്കൗണ്ടിൽ കിടന്ന പൈസ അല്ലേ PT മാർക്ക് സാറിന് കൊടുത്തത്? എനിക്ക് ഉണ്ട്. ഇതിപ്പം പുള്ളി പറയുന്നത് പുള്ളി ഇപ്പൊ 90,000 പുള്ളി മെനഞ്ഞാന്ന് ടാക്സ് അടച്ചതാ കയ്യിൽ നിന്ന് ഈ ബിൽഡിങ്ങിന് വേണ്ടി. 90,000 രൂപ ഞാൻ ടാക്സ് അടച്ചു. ഇതിന്റെ പേപ്പർ എല്ലാം നിങ്ങളാണല്ലോ. എന്തെങ്കിലും ഡോക്യുമെന്റ്സ് വല്ലതും ഉണ്ടോ? എന്റെ ഡോക്യുമെന്റ് ലാൻഡ് ഡോക്യുമെന്റ് കയ്യിൽ പോകണ്ടോ? കോപ്പി ഉണ്ടോ? എത്ര ഡോക്ടറുടെ ഉള്ള എത്ര ഉള്ള ഡോക്ടറുടെ? 3 ഏക്കർ സ്ഥലം. ഈ കാണുന്ന 3 ഏക്കർ സ്ഥലവും ആ ജഡായു സെന്ററിന്റെ. അപ്പൊ ഇതിനകത്ത് ഇവിടെ വരാതെ മേളിൽ വേറെ എത്താൻ വഴിയുണ്ടോ? വേറെ അതിന് വഴിയുണ്ടോ? ഞങ്ങള് ഡോക്ടർ ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം സ്റ്റാഫ് അതുകൊണ്ട് ഞങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഡോക്ടർ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഇവിടെ മുതലാണ് ഡോക്ടർ കെട്ടാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നോക്കുന്നത് ഡോക്ടർ അവിടെ കയറി പോകാൻ ഒഴിവാക്കണം പറഞ്ഞു. ഇവിടെ വേറെ വഴിയൊന്നുമില്ല, പ്രോജക്റ്റ് തടയുന്നതുമില്ല. അങ്ങനെയൊക്കെ വസ്തു മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് വിഷയം ഡോക്ടർക്ക് വിഷയം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ തയ്യാറായതാണ്. അയാളെ വരട്ടി അതാ വിഷയം വന്നത്. വാടക നിന്നാൽ വാടക കുടിശ്ശിക തീർത്ത് സ്ഥലം എനിക്ക് തിരിച്ചാണ്. കെട്ടിടം കഴിഞ്ഞാണ്. വരികയാണ്. ഈ കുടിശ്ശിക തുകകൾ യഥാവിധി നൽകി കഴിഞ്ഞാൽ ഈ ടൂറിസം പറയുന്നത്. ഇപ്പോൾ ഈ മഠത്തിൽ മോഹനമുള്ള ഈ ജഡായു ടൂറിസവുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് ഡോക്ടർ ജയകുമാർ. നമുക്കറിയാം, അഞ്ചലിന്റെ സാമൂഹ്യ മേഖലകളിലും ആരോഗ്യ മേഖലകളിലും നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് 10 വർഷമായി ഈ ഭൂമിക്ക് ഒന്നും കിട്ടാതെ നിൽക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ ഒരുപാട്? നമസ്കാരം. ചടയമംഗലം ജഡായുപ്പാറ ടൂറിസം അതിന്റെ തുടക്കം മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബഹുമാന്യനായ അന്തരിച്ചുപോയ നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ MLA അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ട് ഇത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചു ഈ നാട്ടില് എല്ലാ നാട്ടുകാരറിയുന്ന ലോകമറിയുന്ന ഒരു പ്രോജക്റ്റായിട്ട് ഇത് മാറും എന്ന നമ്മുടെ ഉദ്ദേശമുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ സ്ഥിതികൾ ഓരോ ദിവസവും വഷളായി വരികയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല ആൾക്കാരെയും ബഹുമാന്യനായ ശബരിഗിരി ഡോക്ടർ ജയകുമാർ സാർ, അദ്ദേഹം ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല തുടങ്ങിയ സർവ്വ മേഖലകളിലും അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ നാട്ടിലെ ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുന്ന ആളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം ഈ സ്ഥലം ടൂറിസത്തിന്റെ പാർക്കിംഗ് ഏരിയയ്ക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം എല്ലാ മനസ്സോടുകൂടി കോടിക്കണക്കിന് രൂപ ഇവിടെ മുടക്കി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതിന്റെ മാനേജ്മെന്റായ രാജീവ് അഞ്ചലിന് അത് വിട്ടുകൊടുത്തു. എന്നിട്ട് എന്താ സ്ഥിതി? അദ്ദേഹം മാസങ്ങളോളം വർഷങ്ങളോളം കേസുമായിട്ട് കോടതിയിൽ നടക്കേണ്ട സ്ഥിതി. എന്താ ഇത്? തൊഴിലാളികളെ പറ്റിച്ചു,
ഇവിടുത്തെ ഇൻവെസ്റ്റർമാരെ പറ്റിച്ചു. ഇത് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ആൾക്കാരെ മൊത്തം പറ്റിച്ചു. ചടയമംഗലത്തെ പൊതുജനങ്ങളെ മൊത്തം പറ്റിച്ചു. ഇതിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നിന്ന മൊത്തം ആൾക്കാരെയും പണം കൊടുക്കാനുണ്ട്. സാധനങ്ങളെടുത്ത ചടയമംഗലത്തെ കുന്നത്തെ ട്രേഡേഴ്സ് സജീവന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ശ്രീവത്സം ബാബുവിന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. ഡോക്ടർക്കാണെങ്കിൽ അത് കോടിയോക്ക് പുറത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രീതിയിൽ ഒരു മനുഷ്യൻ ഗവൺമെന്റിനെ പറ്റിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഇതിന്റെ ഒരു വിഹിതം 2% ഗവൺമെന്റിന് അടയ്ക്കേണ്ട തുകയാണ്. യഥാർത്ഥത്തിൽ ഇത് സുതാര്യമായ രീതിയിൽ തന്നെ ഇത് ഇവിടെ കാരണം അതിന്റെ ടിക്കറ്റ് ഉൾപ്പെടെ ഓൺലൈനിലാക്കി എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ ചെന്നാൽ മാത്രമേ കറക്റ്റ് കണക്കുകൾ വരികയുള്ളൂ. ഇവിടെ അത് നടക്കുന്നുണ്ടോ? അപ്പൊ ഗവൺമെന്റിനെയും വഞ്ചിക്കുന്നു. ഇങ്ങനൊരു മനുഷ്യൻ ഒരു നാട്ടിൽ വന്നിട്ട് ആ നാട്ടുകാരെ മൊത്തം വഞ്ചിച്ച് എല്ലാവരെയും പറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എന്റെ ബഹുമാന്യരായ ജനങ്ങളോട് പറയാനുള്ളത്, ഈ കള്ളനെ ഇവിടുന്ന് അടിച്ചിറക്കി വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ടൂറിസം നടക്കും, ഒരു സംശയം വേണ്ട. ഇവിടെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം നേരെ ചൊവ്വേ നടക്കും. അതിന് കഴിവുള്ള ആൾ തന്നെയാണ് ഡോക്ടറും. എന്താ ഇത്? അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പ്രസ്ഥാനം നേരെ നടക്കണം. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ബലസാനുള്ളതല്ല ചടയമംഗലം ജടായുപ്പാറ ടൂറിസം. ആ കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. കേട്ടില്ലേ? ഇതാണ് ഇവിടുത്തെ സ്ഥിരീകരിക്കുന്നത്. ഇവിടെ സാധാരണക്കാരനെ പറ്റിക്കുന്നു, ഗവൺമെന്റിനെ പറ്റിക്കുന്നു. ഇവിടെ പല കമ്പനികൾക്കും സാധനം വാങ്ങിയ ഇനത്തിൽ പൈസ കൊടുക്കാനുണ്ടെന്ന് അറിയുന്നു. ഇവിടെ എന്ത് നീതികേടാണ് നടക്കുന്നതെന്ന് ഈ ഡോക്ടർ കൊടുത്ത കേസാണോ അദ്ദേഹം കൊടുത്ത കേസാണോ? ഞാൻ കൊടുത്ത കേസ് നടക്കുക. ഇത് പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടെന്ന് പറയുന്നത് എന്ത് പ്രൊട്ടക്ഷൻ ഓർഡർ എനിക്കറിയില്ല. ഡോക്ടർ അറിയില്ലെന്നാ പറയുന്നത്. ആരെങ്കിലും ഒന്ന് ഇറങ്ങി സംസാരിക്കാൻ പറ, അല്ലാതെ ചുമ്മാ മേളിൽ കയറി. ഇപ്പോൾ മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് ഇതിന് പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ ഡോക്ടർ ജയകുമാർ അതിനെ എതിർക്കുന്നു. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ഓർഡർ ഇല്ല, പ്രൊട്ടക്ഷൻ ഓർഡർ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അതേപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പറയുന്ന എല്ലാവരും ബന്ധപ്പെടുന്നില്ല. ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ഫോൺ ചെയ്യുന്നു. ഏതായാലും അജ്ഞാത കേന്ദ്രത്തിൽ യഥാർത്ഥത്തിൽ ഇയാളെ തട്ടി അകത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. അത് ഈ ചടയമംഗലത്തെ സൗമ്യമായ സ്വഭാവം, നല്ല ഡീസൻ്റൊക്കെ എന്തായാലും ബഹുമാനപ്പെട്ട ചടയമംഗലം SHO അടക്കമുള്ള പോലീസ് സംഘം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഡോക്ടർ നിഷേധിക്കുന്നത് പറയുന്നത് ഇത് യാതൊരുവിധ നടപടിക്രമങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ നിലനിൽക്കുന്നൊരു കേസ് മാത്രമാണ്. അതിന് പ്രൊട്ടക്ഷൻ ഓർഡർ ഇല്ല എന്ന് തന്നെ അദ്ദേഹം നിഷേധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതാണ്, അദ്ദേഹം പണിഞ്ഞു കൊടുത്തിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ വാടക 10 വർഷത്തെ ബിൽഡിങ്ങിൻ്റെ വാടക ലഭ്യീകരിക്കണം. മറ്റൊന്ന്, ഈ വിട്ടുകൊടുത്തിരിക്കുന്ന എൻട്രൻസിൽ കൂടി ഈ വഴി കൂടി വാഹനങ്ങൾ കടന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസ്തുവാണ്. ഈ സ്വകാര്യ വസ്തു കൂടി കടന്നു പോകുന്നതിന് അതിൻ്റെ വാടക അദ്ദേഹത്തിന് കിട്ടണം. കിട്ടിയാൽ അദ്ദേഹം ഈ ഇപ്പോൾ നിലവിൽ കെട്ടിയടയ്ക്കുന്ന പരിപാടി ഉപേക്ഷിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഹൈക്കോടതിയിലെ വക്കീലുകൾ പറഞ്ഞു. ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കാണുമല്ലോ, അത് കൊണ്ടുവരട്ടെ. ഡോക്ടർക്ക് എന്തെല്ലാം ഓർഡർ പറയുന്നത്? ഡോക്ടർക്ക് അതിന്റെ അറിയിപ്പ് കിട്ടുമല്ലോ. അങ്ങനെ ഓർഡർ കിട്ടുമോ? അത് അങ്ങനെ നമ്മളറിയാം. നമ്മുടെ വീട് ഈ കെട്ടിടം ഞാൻ കെട്ടിക്കൊടുത്ത നമ്മളൊക്കെ പൊട്ടന്മാരെ പുള്ളിയും എടുക്കേണ്ടത്.
നിലവിൽ ഇപ്പോൾ എന്താണ് ഈ ഒരു ഇഷ്യൂസിലേക്ക് പോകുന്നത്? അല്ല, ഈ ജഡായി ടൂറിസത്തിന് വേണ്ടിയിട്ട് രാജീവ് എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഈ പാർക്കിങ്ങിനുള്ള സ്ഥലം വേണമെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ പാർക്കിങ് 3 ഏക്കർ സ്ഥലം എൻ്റെ ജയകുമാർ എന്നുള്ള പേരിൽ ഞാൻ കരമടയ്ക്കുന്ന സ്ഥലം അത് അത് കഴിഞ്ഞപ്പോഴേക്ക് പറഞ്ഞു ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരുന്നതാണ്, അവർക്ക് ഫ്രിസ്റ്റിങ്ങിനും ടിക്കറ്റിങ്ങിനും ഒക്കെ ആയിട്ട് ഒരു ഓഫീസും ബാങ്കിനെല്ലാം ഒരു കെട്ടിടമാണെന്ന്. ഞാൻ നിലമേൽ ഫെഡറൽ ബാങ്കിൽ നിന്ന് 1.25 കോടി രൂപ ലോൺ എടുത്ത് അയാൾക്ക് വേണ്ടി കെട്ടിടം കെട്ടിക്കൊടുത്തു, പുതിയ. അപ്പോൾ ഒരു വാടക ഒരു എഗ്രിമെൻറ്റ് വെച്ചു. ആ റെൻ്റ് എഗ്രിമെൻ്റ് അനുസരിച്ച് എനിക്ക് കൃത്യമായിട്ട് മാസം തോറും വാടക തരാമെന്നുള്ള ഒരു സ്റ്റാമ്പ് പേപ്പറിൽ 3 ലക്ഷം രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ അയാൾ ഞാൻ ഒപ്പിട്ട ഒരു റെൻ്റ് എഗ്രിമെൻറ്റ്. ആ റെൻ്റ് എഗ്രിമെൻറ്റ് മേടിച്ചിട്ട് ഇയാൾ വാടക തരത്തില്ല. അത് ഉപയോഗിച്ച് എത്ര കോടികൾ ഉണ്ടാക്കുന്നു. ഒരു പാർക്കിംഗ് ലക്ഷക്കണക്കിന് വാഹനങ്ങൾ എടുക്കുന്നു. പാർക്കിങ്ങിൻ്റെ ഫീസ് മുഴുവൻ എനിക്ക് തരാമെന്ന് എഗ്രിമെൻറ്റ് പറഞ്ഞത്. 1 രൂപ പോലും തന്നില്ല. സംഭവം ഇവിടെ നടക്കുന്ന ഈ വിഷയം സംഘർഷത്തിലേക്ക് പോകും എന്ന് തോന്നുന്നു. വളരെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പൈസ കാശ് വാങ്ങിച്ചിട്ട് ചെയ്യുന്നൊരു പണി അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും പേര് നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാം ചെയ്യണം. നിങ്ങൾ വണ്ടി എടുത്ത് മാറ്റി സുഹൃത്തെ. ഇതിനെ വണ്ടി എടുത്ത് മാറ്റുന്നില്ലേ? ചുമ്മാ എന്തെങ്കിലും പറയാതെ. ആളുകളൊക്കെ വേണ്ട, ഡോക്ടർ മാത്രം ഒന്ന് വരാമോ? ഡോക്ടർ ഒന്ന് വരാമോ? ഇത് ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ, നമ്മൾ റിട്ടയർഡ് SP ആ. ഇദ്ദേഹത്തിന് പറയാനുള്ള ജസ്റ്റ് സാറിന് കേൾക്കും. ഒന്ന് കേൾക്ക് ഡോക്ടർ. നിങ്ങൾ പറയുന്നത് ബന്ധപ്പെടട്ടെ എന്ന്. നിങ്ങളിപ്പോൾ ഒരു പ്രാവശ്യം കല്ലിറക്കി വെച്ച് തൊട്ടിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇത് അടയ്ക്കാൻ പറ്റുന്ന അല്ലല്ലോ. അതിനകത്ത് ഒരുപാട് തൊഴിലാളികളുണ്ട്. അപ്പോൾ തൽക്കാലം നിർത്തിവെക്കുക. സാർ, എനിക്ക് പൈസ തരാമെന്ന് ആരും അഷ്യൂർ ചെയ്യാൻ ഇപ്പോൾ ചെയ്യാം. ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. കോടതി കിടക്കുന്ന കോടതിയുടെ NOC മേടിക്കണം. പിന്നെ വേറൊരു 2 ടീമുകളുടെ കേസ് കിടക്കുന്നുണ്ട്. അവരുടെ NOC, രാജീവ് അഞ്ചൽ സാറിന്റെയും JP പറഞ്ഞാന്റെ NOC മേടിക്കണമെങ്കിൽ തരാൻ പറ്റും. പൈസ അവിടെ കിടക്കുമല്ലോ. 4000 പേര് വരുന്നത്. ഒരു ചായ നമ്മളാരും വാങ്ങിച്ചു വിട്ടിട്ട് കുറച്ച് ചായ കിടക്കുന്ന സമയത്ത് പൈസ ഇതൊക്കെ ശരിയല്ലോ. ഇതൊക്കെ തെറ്റാ. ഇതൊക്കെ തെറ്റാ.
സംസാരിക്കാം ഇപ്പൊ പോയി പോലെ വേദന നമുക്കുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രോജക്റ്റാ അദ്ദേഹം എനിക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തു. ഞാൻ മനോജ് എബ്രഹാം സാറിനെ പോയി കണ്ടു. അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ ഞെട്ടലായിരുന്നു. അദ്ദേഹം എനിക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിക്കും. എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് വാടക തന്നാൽ ഇത് ഒരു ഞാൻ വേണ്ടി എല്ലാത്തിനും സഹകരിക്കാം. ഈ 10 വർഷമായിട്ട് എന്നെ പറ്റിക്കത്. 10 വർഷമായിട്ട് ഞാൻ അയാൾക്ക് 1.25 കോടി ലോൺ എടുത്ത് കെട്ടിടം കിട്ടി. ഒരു കോടി അതല്ല സാറാ മേടിച്ചത്. ഇന്നലെ വരെ പോയി ചർച്ചയ്ക്ക്. ഇപ്പൊ നീ ഇന്നലെ വരെ പോയി സാറേ, ഇത് എന്താണ്? കോടതി വിധിയാണോ അതാണോ പൈസ കൊടുക്കാനുണ്ടോ തിരിച്ചുള്ളതാണോ എന്നൊരു ആരാ ഒരു ഉത്തരവാദിത്തം നിർത്തിവെക്കാൻ ബന്ധപ്പെട്ട് നിർത്തിവെപ്പിച്ചു. നിങ്ങൾ പറ. അല്ല ചേട്ടാ, ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഒന്ന് സാറിപ്പം രാജീവേന്ദ്രൻ പറഞ്ഞു സാറ് വന്നത് സാറ് ഇവിടുത്തെ ഓഫീസറാണ്. കഴിഞ്ഞ പ്രാവശ്യം പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ മാസം 7-ാം തീയതി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കൊടുക്കാതെ വന്നപ്പോൾ സാറ് ഈ കേസ് തീർക്കണ്ടേ രാജീവേന്ദ്രൻ മെയിൽ അയച്ചു. അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു ഒരു കാരണവശാലും പൈസ കൊടുത്താൽ ഇയാളോ കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എവിടുന്നോ വന്ന അഡ്മിനിസ്ട്രേറ്റർ വിചാരിച്ചു എന്തിനാ ഞാൻ ഇതിനകത്ത് ബന്ധപ്പെടുന്നത്, അതിന്റെ കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു വെച്ചേക്കാം. അതുകൊണ്ട് ഇന്ന് അഡ്മിനിസ്ട്രേറ്റർ വൈകിട്ട് വരുന്നുണ്ട്. അപ്പൊ സാറ് തന്നെ ഇതിന്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ളതിന് വിളിച്ച് എഗ്രിമെന്റ് ഇദ്ദേഹം ഡോക്ടർ ബിൽഡിംഗ് ഉൾപ്പെടെ ഡോക്ടർ കെട്ടിക്കൊടുക്കുമ്പോൾ 6.5 ലക്ഷം പറഞ്ഞേക്കുന്നത്. പക്ഷേ ഡോക്ടർ അല്ല ബിൽഡിംഗ് കെട്ടുമെന്നാണ് പറഞ്ഞത്. ഡോക്ടറാണ് 3 ഏക്കർ എഗ്രിമെന്റ് പ്രകാരം 6.5 ലക്ഷം രൂപ വിത്ത് 12% GST ആണ് പറഞ്ഞേക്കുന്നത്. പെർ മന്ത്. അപ്പൊ അതിലേക്കുള്ളതിനകത്ത് ആ എഗ്രിമെന്റ് കറക്റ്റ് നമ്മൾ കണ്ടു. ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് പറയുന്നത് ബിൽഡിംഗ് ഡോക്ടർ കെട്ടിക്കൊടുക്കും. അദ്ദേഹം പറയുന്ന ഡോക്ടർ കെട്ടിയിട്ടില്ല. മറ്റേ നേരത്തെ ഇവിടെ പണം കൊടുത്ത ആ കോൺട്രാക്ടർ ബിൽഡിംഗ് കെട്ടിയിട്ടില്ല. എഗ്രിമെന്റ് പ്രകാരം അദ്ദേഹം കംപ്ലീഷൻ ചെയ്തോ ചോദിച്ചാൽ ഇതൊരു വാലിഡ് എഗ്രിമെന്റ്. അയാൾ ഒരു 10 ഒപ്പെങ്കിലും അതിനകത്തുണ്ട്. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും വലിയ പ്രോജക്ട് ഉണ്ടാക്കിയിട്ട് റോഡിൽ നിന്ന് സംസാരിക്കേണ്ട സംഭവമാണോ ഇത്? പറഞ്ഞോളൂ. ഞാൻ ഇത് ഈ അവസ്ഥയിലേക്ക് ഇതുപോലെ അടച്ചു വെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോക്കേണ്ടത് ഞാനും അന്ന് സംസാരിക്കണം. എന്താ നിങ്ങൾ അങ്ങനെ ചർച്ചയ്ക്ക് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു തരാം. ഞാൻ എന്റെ പോലീസുകാരോട് വിളിച്ചു തരാം. സുപ്രീം കോടതി ഓർഡർ ഉള്ള സാറിന് സുപ്രീം കോടതി ഓർഡർ റൺ ചെയ്യാൻ വേറെ 2 കാര്യങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യാൻ പറയാൻ പറ്റും. ഇവിടെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല. എല്ലാ എസെൻഷ്യൽ പേയ്മെന്റും കൊടുക്കുന്ന സുപ്രീം കോടതി ഓർഡർ ആ ചർച്ച പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നലെ വരെ നിങ്ങളെല്ലാം അവിടെ പോയി. ഇവിടെ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ ജഡായുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജീവഞ്ചനോ അതിൽ ബന്ധപ്പെട്ട പ്രധാനികളോ ആരും തന്നെ ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ കാണാനോ തയ്യാറാകുന്നില്ല. അവർ ഇവിടെയോ അറയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന പോലെ ഇരുന്നുകൊണ്ട് ഏതോ 1-2 പേരെ ഇറക്കി കളിക്കുന്നു എന്ന് വേണമെങ്കിൽ പച്ചമലയാളത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഇത് ഇപ്പോൾ എന്തായാലും ബഹുമാനപ്പെട്ട ചടയമംഗലം CI സുനീഷ് സാർ ഇടപെട്ട് ഇത് കെട്ടുന്ന പരിപാടി ഇവിടെ നിർത്തിവെച്ചിരിക്കുന്നു. ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോയ അതിനെ വളരെ ശാന്തമായി ക്രമീകരിച്ച് സുനീഷ് സാർ വഴി കെട്ടിയടയ്ക്കുന്ന ഉദ്യമം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒരു ചർച്ചയുണ്ടെങ്കിൽ തീർച്ചയായും ആ ചർച്ച ഉണ്ടെങ്കിലെന്നല്ല, ചർച്ച അടിയന്തരമായി വിളിക്കണം എന്നുള്ളൊരു നിർബന്ധത്തിലാണ് സുനീഷ് സാറും അദ്ദേഹത്തിൻ്റെ പോലീസ് നിൽക്കുന്നത്. അദ്ദേഹം ഇവിടെ നിങ്ങൾ പറയുന്നത് കേട്ട് കാണും.
ഇതിൻ്റെ നിയമവശം ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ, ഒരു ചർച്ചയ്ക്ക് മാനേജ്മെൻറ്റ് തയ്യാറായാൽ എൻ്റെ പോലീസുകാരെ കൊണ്ട് തന്നെ ഞാനിത് ഒളിപ്പിച്ചു തരാം. പക്ഷേ എന്തിന് ഇതുവരെ ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒരനക്കും വളരെ ധിക്കാരപരമായി ഇങ്ങനെ ഇടപെടുന്ന ഒരു മാനേജ്മെൻറ്റ് കേരളത്തിലുണ്ടാകുമെന്ന് തന്നെ അത്ഭുതമാണ്. ഇവിടെ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളിവിടെ തൊഴിലാളികളുമായിട്ട് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. അവരുടെ വിഷമം കേട്ടാൽ തോന്നും സത്യത്തിൽ ഇവിടെ ഒരു തൊഴിലുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതുകൊണ്ട് അവർക്ക് യാതൊരുവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അധിക സമയം ജോലിഭാരം, കൃത്യമായി ശമ്പളം കൊടുക്കുന്നതിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ, ഇതെല്ലാം അവർ ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ കയറിപ്പോവുകയും ഒന്ന് രണ്ടല്ല ഏകദേശം 10ഓളം ജീവനക്കാരുമായിട്ട് നമ്മളൊരു സ്വകാര്യ സംഭാഷണം നടത്തിയതാണ് അവർ പറയുന്നത്. ഒരു നീതിയും ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തൊഴിലാളിക്ക് ലഭിക്കുന്നില്ല. എന്താണ് തൊഴിലാളികൾ ഇത്ര മൃഗീയമായിട്ട് ഒരു മാനേജ്മെൻറ്റ് കാണുന്നത്? എന്തുകൊണ്ടാണ് അവരോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊന്നും മനസ്സിലാക്കാത്ത തരത്തിൽ, യാതൊരു ചോദ്യങ്ങൾക്കും മറുപടിയില്ലാത്ത തരത്തിൽ, യാതൊരു പ്രതികരണവും ഇല്ലാത്ത തരത്തിൽ വളരെ മൃഗീയമായി ഇടപെടുന്ന ഒരു സമീപനമാണ് ജഡായി ടൂറിസത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൽക്കാലം ഞങ്ങൾ ഈ തത്സമയ ടെസ്റ്റിൽ വിടുവാങ്ങുന്നു. ചർച്ചകൾക്ക് ശേഷം വീണ്ടും ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു പൊതുസ്ഥലത്തു നിന്നല്ല ചർച്ച വേണമെന്നാണ് ബഹുമാനപ്പെട്ട CIയുടെ നിർദ്ദേശം. ആ ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. ആ ചർച്ചകളിൽ ഒരു പരിഹാരം ഉണ്ടാക്കി ഈ ചടയമംഗലത്തിൻ്റെ സ്വപ്ന ടൂറിസം അത് ഒരു അലോസരപ്പെടുത്താതെ ഭംഗിയായി നടക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ശശി TV തൽക്കാലം ഈ ഉദ്യമത്തിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. ശശി TVക്ക് വേണ്ടി ജഡായി ടൂറിസത്തിൽ നിന്നും രാജ്മോഹൻ. ചർച്ചയിൽ എന്താണ് തീരുമാനിക്കുക നോക്കി